നമ്മുടെ ഇഷ്ടത്തിന് ശർക്കരയും ഉലുവയൊക്കെ എടുക്കാം കേട്ടോ. കാരണം എത്ര കുടിച്ചാലും നല്ലതാണ്. ശർക്കര ആഡ് ചെയ്യുമ്പോൾ ചിലവർക്ക് മധുരം വേണം, ചിലവർക്ക് മധുരം വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാം നമ്മുടെ ഇഷ്ടം പോലെയാണ്. എന്നെ കുളിപ്പിക്കണ ചേച്ചി വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഉലുവ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഈ ഒരു പാത്രത്തിൽ ഇതാ എത്ര ഗ്ലാസ്സാന്നൊക്കെ ഞാൻ നാളെ ചോദിച്ചിട്ട് പറയാട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ നളിനി ചേച്ചിയോട് ചോദിക്കാം എന്താണ് ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ് എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ രാവിലെ ഒരു 9 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നളിനി ചേച്ചി വന്നിട്ട് തേങ്ങ ചെരുകാണ്. അപ്പോൾ നിങ്ങളൊരു 1 സംതിങ് സമയം നേരത്തെ കണ്ടില്ലേ, എനിക്ക് പുലർച്ചെ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ അതാ ഉലുവ നമ്മളിങ്ങനെ ഇട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാവിലെ ആയപ്പോൾ നളിനി ചേച്ചി തേങ്ങ ചെരുകണ സമയത്ത് അതൊന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ. ഈ ഉലുവ വെള്ളത്തിലിട്ടിട്ടുള്ളത് തിളപ്പിക്കുക. മധുരത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ഇത്ര ദിവസം മധുരം കുടിച്ചില്ലേ? ഇത്ര നാളും 3 ഇട്ടത് ഇത് 2.5 ഇട്ടുണ്ട്. അപ്പൊ ഉലുവ എത്ര ഗ്ലാസ് ഇട്ടു? ഉലുവ 3 സ്പൂൺ. ഇവിടെ ചെറിയ സ്പൂണില്ലേ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ. അപ്പോൾ ചെരുക്കി വെച്ച തേങ്ങയില്ലേ അത് ഇങ്ങനെ മിക്സിയിൽ അടിക്കുകയാണ്. ഞാൻ എല്ലാ പാർട്ടും ഇങ്ങനെ എണ്ണയിച്ചുകൊണ്ട് പറയിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആൾ വർത്താനം പറയാൻ നിൽക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് കേട്ടോ ഉലുവയും ശർക്കരയൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഇന്ന് എനിക്ക് 2 ശർക്കരയുള്ളൂ അത്രയും, മറ്റേത് 3 ചേർക്കാറുണ്ടെന്നാണ് പറയണത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇതിങ്ങനെയൊക്കെ കുടിക്കാം കേട്ടോ. കാരണം ഇതിനങ്ങനെ ദിവസങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം 1 മാസത്തോളമായിട്ട് ഇതിങ്ങനെ കുടിക്കണു. പാലൊക്കെ ഇങ്ങനെ കൂടി വരാൻ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറയണത്. അപ്പോൾ തേങ്ങ ചെരുകി പാലാണ് മാത്രമേ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ശർക്കര ഇട്ടിട്ട് അത് തിളയ്ക്കണം നമ്മുടെ ഉലുവ. അപ്പോൾ ആ തേങ്ങാപ്പാലും അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുക. വേറെ മധുരങ്ങളും കാര്യമൊന്നുമില്ല, ശർക്കര ആഡ് ചെയ്യുന്നുണ്ടല്ലോ. കണ്ട ശർക്കര അങ്ങനെ അലിഞ്ഞിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആവട്ടോ. നമുക്ക് എത്ര ശർക്കര വേണമെങ്കിലും ആഡ് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത് നളിനിച്ചി. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 3 ഉലുവയാണ്, സ്പൂൺ ഉലുവയും 3 ശർക്കരയുടെ ഇത് ഇട്ടായിരുന്നു. പക്ഷെ ഇപ്പം 2 ആക്കിയെന്നാണ് പറയുന്നത്. അലിഞ്ഞു ചേർന്നു. ആ ശർക്കര വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഉലുവ അടിയിലേക്ക് പോയിണ്ടാവും. ആ ശർക്കര വെള്ളം നമ്മുടെ അരിപ്പ വെച്ചിട്ട് ശർക്കര വെള്ളം മാറ്റുമ്പോൾ ഉലുവ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമല്ലോ. ആ ഉലുവയും തേങ്ങയുടെ കുറച്ച് തേങ്ങാപ്പാലെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുക. അപ്പോൾ ഒരു നല്ലോണം ഈ ഉലുവ ഇങ്ങനെ എടുക്കാതെ ഒന്ന് ചതഞ്ഞ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലായി കിട്ടും. ഞാൻ നിങ്ങൾക്ക് നളിനേച്ചി ഉണ്ടാക്കി കാണിച്ചു തരാൻ കാരണം ആൾ അത്രയും എക്സ്പേർട്ടാണ് കേട്ടോ. കൊല്ലങ്ങളോളം ഇങ്ങനെ പ്രസവരക്ഷയ്ക്ക് പോയിട്ടുള്ള ആളുടെ അനുഭവങ്ങളും ആൾ തന്നെയാണ് ഇതൊക്കെ സ്വന്തം കൈകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി തരാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എൻ്റെ വകയല്ല, ഇത് കൊല്ലങ്ങളോളമായിട്ടുള്ള അറിവാണ് ഈ ഉലുവയുടെ ഉള്ള ഒരു മാജിക്ക്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലും കുറച്ച് ഉലുവിട്ട് അടിച്ചില്ലേ, അങ്ങനെ തേങ്ങാപ്പാലിലേക്ക് അതൊക്കെ മിക്സ് ചെയ്ത് ശർക്കരയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. വേറെ ഒന്നും ചേർക്കേണ്ട. രാവിലെ ചായ കുടിക്കാതെ ഇതൊക്കെ ഒന്ന് രാവിലെ തന്നെ കുടിക്കുക. ചായ കുടിച്ചാൽ അതിൻ്റെ ഒരു എഫക്റ്റ് പോവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതൊരു 2 ഗ്ലാസ്സൊക്കെ കുടിക്കും. അപ്പോൾ ശരി, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ബൈ.